ചങ്ങായിമാരെ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് കുഴൽമന്ദം ചന്തയിലാണ്. കുഴൽമന്ദം ചന്ത കേരളത്തിലെ ഏറ്റവും വലിയ ചന്തയാണ്. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിൽ കുഴൽമന്ദം പോലീസ് സ്റ്റേഷന് എതിർവശമായിട്ടാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. ഈ ആഴ്ചയിലും ധാരാളം കന്നുകാലികൾ എത്തിയിട്ടുണ്ട്. വളർത്ത് കാളക്കുട്ടികൾ, പശുക്കുട്ടികൾ, കറവയുള്ള പശുക്കൾ, വലിയ കാളകൾ ഒക്കെ ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട്. കാളകളെയും പശുക്കളെയും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പോത്തുകളെയോ പോത്തിൻകുട്ടികളെയോ എരുമകളെയോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് മറ്റൊരു ഭാഗമായിട്ട് നമ്മൾ ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഈ ഭാഗത്ത് കിട്ടിയിട്ടുള്ള വളർത്തു കുട്ടികളൊക്കെ തമിഴ്നാട് ആ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കാളക്കുട്ടികളാണ്. ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ 13,000, 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് വില ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കാങ്കേയത്തിന് അടുത്തുപെട്ടുള്ള ഒരു കാളനെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പത്തിനുള്ളൊരു കാളയാണ്. നല്ല രീതിയിൽ വളരുന്ന, ഇനിയും വളരാനുള്ള അല്ലെങ്കിൽ വളർത്തുകുട്ടിയാണ്. മീറ്റ് പർപ്പസിനും ആളുകൾ ഇതുപോലെയുള്ള കന്നുകളൊക്കെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇത് 2 വയസ്സ് പ്രായമൊന്നും ആയിട്ടില്ല. ഉലഹിയത്ത്, ഹക്കീക്കത്ത് പോലെയുള്ള ബലികർമ്മങ്ങൾക്കൊന്നും ഇപ്പം പറ്റില്ല. ഏകദേശം ഒരു വയസ്സിന് മുകളിൽ, 2 വയസ്സിന് താഴെ ഏകദേശം നമ്മുടെ നോട്ടത്തിൽ പ്രായം തോന്നിക്കുന്നുള്ളൂ. ആ കാണുന്ന കന്നിനൊക്കെ 35, 38 ആ റേഞ്ചൊക്കെയാണ് ചന്തയിൽ ചോദിക്കുന്ന വില. കറക്റ്റായിട്ടൊരു വില പറയാത്തത്, ഇവിടുന്ന് കന്നുകളെ വാങ്ങിയിട്ട് ധാരാളം ചന്തകളിലേക്ക് കൊണ്ടുപോയിട്ട് മറിച്ച് വിൽക്കുന്നുണ്ട് ആളുകൾ. അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള ലെവൽക്കാണ് നമ്മൾ കറക്റ്റായിട്ടൊരു വില പറയാത്തത്. അതേപോലെ തന്നെ സവാരി വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാളയാണ് ഈ കാണുന്നത്. ഈ പരുവത്തിലുള്ള അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാളകൾ ധാരാളമായിട്ട് ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 50 രൂപ മുതൽ 75 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കാളകൾ, ആ പരുവത്തിലുള്ള സവാരി വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാളകൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ധാരാളം പശുക്കളെയാണ് കെട്ടിയിട്ടുള്ളത്. കറവയുള്ളതും കറവ പറ്റിയതും ചെന പിടിക്കാറായിട്ടുള്ളതും ചെന പിടിച്ചതൊക്കെ ആയിട്ടുള്ള ധാരാളം പശുക്കൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് വളർത്താൻ പറ്റിയ ചെറിയ പശുക്കുട്ടികളുണ്ട്. കറവ ഉള്ളത് അല്ലെങ്കിൽ കറന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള പശുക്കളുണ്ട്. ചെന പിടിക്കാരായതും ചെന പിടിച്ചതൊക്കെ ആയിട്ടുള്ള പശുക്കളൊക്കെ ഈ ഭാഗത്ത് മിക്സറായിട്ടാണ് കെട്ടിയിട്ടുള്ളത്. ഇതെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടെ ചന്തയിൽ വിൽക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ള കന്നുകാലികളാണ്. കൂടുതലും തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പശുക്കളാണ് ഈ ഭാഗത്ത് ഈ കൂട്ടത്തിൽ കാണുന്നത്. ഈ കൂട്ടത്തിൽ കാണിച്ച പശുക്കൾക്കൊക്കെ ഏകദേശം 24,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ഇവിടെ ഈ കൂട്ടത്തിൽ ഒരു കറുപ്പ് മൂരിക്കുട്ടനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മൂരിക്കുട്ടിയാണ്. ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മൂരിക്കുട്ടിയാണ്. ആ കാണുന്ന കന്നിനൊക്കെ അവർ 32 രൂപ, 33 രൂപ റേഞ്ച് വില ചോദിക്കുന്നുണ്ട്. ബാർഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25 രൂപക്ക് താഴെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മൂരിക്കുട്ടനാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഈ കാണുന്ന കന്നാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കന്ന് തന്നെയാണ്. അത്യാവശ്യം ഇറച്ചിക്കാനുണ്ട്. നമ്മൾ നേരത്തെ കണ്ട കറുപ്പ് മൂരിക്കുട്ടിനേക്കാൾ ഇറച്ചിക്കാനുണ്ട്. ഈ കാണുന്ന കന്നിന് ഒരു ഏകദേശം 35, 38 ആ റേഞ്ച് തന്നെയാണ് വില ചോദിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇത് അവിടെ ഒരു കന്നിനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള 2 വളർത്തുകുട്ടികളാണ്. നല്ല രീതിയിൽ വളരുന്ന അല്ലെങ്കിൽ ഇനിയും വളരാനൊക്കെ ഉള്ള രീതിയിലുള്ള അടിപൊളി 2 വളർത്തുകുട്ടികളാണ്. ഒരു 1.5 വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള 2 കുട്ടികളാണ്. ഏകദേശം ഒരു 35, 38 ആ റേഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട്. ബാർഗിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 30ൻ്റെ താഴെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ കാണുന്ന കന്നുകളൊക്കെ കച്ചവടക്കാരാണ് കൂടുതലും ഇവിടുന്ന് മേടിച്ച് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കന്നുകളൊക്കെ കൂടുതൽ വരുന്ന ഒരു ചന്തയാണ് വാണിയംകുളം, കുഴൽമന്ദം ഇതുപോലെയുള്ള ചന്തകൾ. അപ്പോൾ ഇവിടുന്ന് ധാരാളം ആളുകൾ കേരളത്തിലെ മറ്റ് ജില്ലകളിലെ ചന്തകളിലേക്ക് കയറ്റി കൊണ്ടുപോയിട്ട് വിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള ലെവലിലാണ് നമ്മൾ വില കറക്റ്റായിട്ട് പറയാത്തത്. മലപ്പുറം ആ ഭാഗത്തൊക്കെയാണ് ആ മോരിക്കുട്ടികൾ കച്ചവടം കഴിഞ്ഞത്. മഞ്ചേരി ചന്തയിലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത് കൂടുതലായിട്ട് അതിൻ്റെ വില ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത്. എത്ര രൂപക്കാണ് കച്ചവടം കഴിഞ്ഞത് എന്നൊക്കെ പറയാതിരുന്നത് അതുകൊണ്ടാണ്. ഇവിടെ ഗിയറിൻ്റെ അടുത്തുപെട്ടുള്ള ഒരു പശുവിനെ കെട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ കൂട്ടത്തിലും ധാരാളം പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ തോതിൽ കറവയുള്ള പശുക്കളാണ്. 2-3 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന രീതിയിലുള്ള കറവയുള്ള പശുക്കളാണ് ഈ ഭാഗത്ത് കണ്ടത്. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇവിടെ ഈ കൂട്ടത്തിലും കുറച്ച് പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ധാരാളം പശുക്കൾ വരുന്നൊരു ചന്തയാണ് കുഴൽമന്ദം ചന്ത. കുഴൽമന്ദം ചന്തയിൽ കൂടുതൽ പശുക്കൾ വരുന്നൊരു ചന്തയാണ്. വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള കറവയുള്ള പശുക്കൾ ധാരാളം വരുന്നൊരു ചന്തയാണ് കുഴൽമന്ദം ചന്ത. കുഴൽമന്ദം ചന്തയിൽ ഏകദേശം 20 രൂപ മുതൽ ഏകദേശം 20 രൂപ എന്ന് പറഞ്ഞാൽ 20,000 രൂപ മുതൽ 40, 45 രൂപ, 45,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കറവയുള്ള പശുക്കൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട
ഗിയറിൻ്റെ അടുത്തപ്പെട്ടുള്ള പശുവിൻ്റെ അതേപോലത്തെ ഒരു പശുവാണ്. നേരത്തെ കണ്ടതിനേക്കാൾ പ്രായം കുറവാണ്, നല്ല രീതിയിൽ അതിനേക്കാൾ മീറ്റും കാണുന്നുണ്ട്. ചെന പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ചെന പിടിക്കാൻ പരുവത്തിനുള്ള ഒരു കിടിലം പശുവാണ്. ഇനി ചെന പിടിക്കാതെ അവർ ഒഴിവാക്കണമെന്നും അറിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഇറച്ചിക്കാനുള്ള നല്ല വലുപ്പത്തിലുള്ളൊരു പശുവാണ്. ഇതുവരെ ചെന പിടിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അത് ഇനി കുത്തി വെച്ചിട്ട് പിടിക്കാഞ്ഞിട്ടാണോ എന്നും അറിയില്ല. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വലിയൊരു പശുവാണ്. ഓരോരുത്തർ വന്നിട്ട് അതിനെ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കച്ചവടം കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40-45 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള ആ കൂട്ടത്തിൽപ്പെട്ട പശുക്കൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കളൊക്കെ. ഓരോന്നിനെ സെപ്പറേറ്റ് ആയിട്ട് വില ചോദിച്ചിട്ട് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത്. ഒരുപാട് കന്നുകാലികളെ കൊണ്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ ഒന്നിച്ചിട്ട് ഒരു മേനി വിലയാണ് നമ്മളോട് പറയാറുള്ളത്. അതേപോലെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നിനെ സെപ്പറേറ്റ് കാണിച്ചിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഇവിടെ ഒരു കന്നിൻ്റെ പാല് ഡ്രോപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കറന്നു നോക്കിയിട്ട് അവർ പോയി, പക്ഷെ പാൽ ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏകദേശം ഒരു 2-2.5 ലിറ്ററൊക്കെ പാല് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഒരു നേരമാണോ 2 നേരമാണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവർ പറയുന്ന അളവൊന്നും എന്തായാലും ചന്തയിൽ പറയുന്ന അളവൊന്നും ഏത് പശുവിനും കിട്ടില്ല. ഈ കാണുന്ന കാളക്കുട്ടികളെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള 2 കുട്ടികളാണ്. ഏകദേശം 24,000 മീനിക്കാണ് വില ചോദിച്ചത്. അതേപോലെ തന്നെ ഇവിടെ ഒരു പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാണുന്ന പശു അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു പശു തന്നെയാണ്. ഓരോരുത്തർ അഴിച്ചു പിടിച്ചിട്ട് ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു പശുവാണ്. വലിയ പ്രായമൊന്നും ആയിട്ടില്ല, വളർത്താൻ പറ്റിയ ക്വാളിറ്റിയാണ്. വീട്ടാവശ്യത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു പശുവാണ്. വീട്ടാവശ്യത്തിന് പറഞ്ഞാൽ ചെറിയ തോതിൽ വീട്ടിലത്തെ ആവശ്യത്തിന് കിട്ടുന്ന രീതിയിൽ പാലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പശുവാണ്. ഈ കാണുന്ന പശുവിനൊക്കെ 38-37 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. ഒരു 30 ഉറുപ്പികയോട് അടുപ്പിച്ചിട്ട് ബാർഗെയിൻ ചെയ്താൽ കിട്ടാവുന്ന രീതിയിലുള്ളൊരു പശുവാണ്. ഇവിടെ ഈ ഭാഗത്ത് ധാരാളം കാളകളെ കെട്ടിയിട്ടുണ്ട്. തോട്ടിക്കൊമ്പുള്ള കാളകൾ അല്ലെങ്കിൽ കൊക്കിക്കൊമ്പുള്ള കാളകൾ എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാളകളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. മീറ്റ് പർപ്പസിന് പോകുന്ന കാളകളാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന കാളകൾക്ക് 50,000 രൂപ മുതൽ 75,000-80,000 രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത്. ഇവിടെ ഒരു മൂരിക്കുട്ടിനെ ഇപ്പോൾ കൊണ്ടുവന്നതാണ്. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു മൂരിക്കുട്ടിയാണ്. ഫുള്ള് ബ്ലാക്ക് നിറാണ്, ഒറ്റ കളറാണ്. അതിൻ്റെ ആ കളർ കണ്ടിട്ടാണ് നമ്മൾ അതിനെ എടുക്കാന്നുള്ള ലെവലിൽ ചോദിച്ചത്. 20,000 രൂപയാണ് ചോദിച്ചതല്ല. അത്യാവശ്യം വലുപ്പത്തിനുണ്ട്, ഫ്രെയിം പരുവാണ് എങ്കിലും അത്യാവശ്യം വലുപ്പത്തിനുണ്ട്. വയറ് നിറഞ്ഞാൽ അത്യാവശ്യം കാഴ്ചക്കൊക്കെ ഉണ്ടാവും. 20 രൂപയാണ് അവർ ചോദിച്ചതല്ല. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-18 രൂപ അല്ലെങ്കിൽ 17 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് ചോദിച്ചില്ല, ഒരു ഉഷാറ് തോന്നിയില്ല നമുക്ക്. കാഴ്ചക്ക് ഒറ്റ കളറാണ്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു പവർ തോന്നിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എടുക്കാൻ നിന്നില്ല, തിരിച്ച് ആ കൂട്ടത്തിൽ തന്നെ അവർ കെട്ടി. ഈ ഒരു കന്ന് മാത്രമല്ല, അവരടുത്ത് മറ്റ് കന്നുകളും അപ്പുറത്ത് വരിയായിട്ട് കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന കന്നുകളൊക്കെ അവരുടെ കന്നുകൾ തന്നെയാണ്. കാങ്കേയത്തിൻ്റെ അടുത്തപ്പെട്ടുള്ളത്, അതേപോലെ സഹിവാളിൻ്റെ അടുത്തപ്പെട്ടത്, ഗിയറിൻ്റെ ക്രോസ് ബ്രീഡ് പെട്ടത്, അതേപോലെ തൊട്ടപ്പുറത്തെ ലൈനിലായിട്ട് അവിടെ ആ കൂട്ടത്തിലും ഒരുപാട് കന്നുകൾ, പിന്നെ പല ബ്രീഡപ്പെട്ടിട്ടുള്ള പല വലുപ്പത്തിനുള്ള കന്നുകൾ, മൂരിക്കുട്ടികൾ, പശുക്കുട്ടികളൊക്കെ അവർ ചന്തയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കന്നുകളാണ്. കാങ്കേയത്തിൻ്റെ അടുത്തപ്പെട്ടുള്ള കന്നാണെങ്കിലും അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സഹിവാളിൻ്റെ അടുത്തപ്പെട്ടുള്ള കന്നാണെങ്കിലും ഈ കൂട്ടത്തിൽ നിൽക്കുന്ന കന്നുകളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റിയുള്ള കന്നുകൾ തന്നെയാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന കാളകൾക്ക് അവർ ചോദിക്കുന്ന വില ഏകദേശം 17,000-18,000 രൂപ മുതൽ 26,000-27,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വളർത്ത് കാളക്കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കൂടുതലായിട്ട് കാണുന്നത്. 1-2 പശുക്കുട്ടികളുള്ളൂ, കൂടുതലും കാളക്കുട്ടികൾ തന്നെയാണ് ഈ കൂട്ടത്തിലുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ആഴ്ചയിൽ ധാരാളം വളർത്ത് കാളക്കുട്ടികളും പശുക്കുട്ടികളും അതേപോലെ തന്നെ കറവയുള്ള പശുക്കളും മീറ്റ് പർപ്പസിനുള്ള കന്നുകളൊക്കെ ധാരാളമായിട്ട് ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് കന്നുകളെ കണ്ടപ്പോൾ നമ്മൾ കാളക്കുട്ടികളുടെയും പശുക്കളുടെയും സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണ്. മറ്റ് കന്നുകാലികളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ധാരാളം പോത്തിന് കുട്ടികളും വലിയ പോത്തുകളും എരുമകളും ഒക്കെ ഒന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ കന്നുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.